ഞാൻ മനസ്സിലാക്കിയ ശരിയാണ് 12,000 മെയിലുകളാണ് രാഹുൽ ഗാന്ധിയുടെ ഇമെയിലിലേക്ക് ചെന്നത് ഈ ആൻ്റോ ആൻ്റണിക്കെതിരായിട്ട്. ഈ KPCCയുടെ സംവിധാനത്തെ ആ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിപ്പിക്കാൻ കഴിവുള്ള ഒരു പ്രസിഡന്റ് ഇനി ഉണ്ടായി വന്നിട്ട് വേണം. അതത്ര എളുപ്പമല്ല. പക്ഷേ ആഗ്രഹമാവാം, അത്യാഗ്രഹമാവാം, പക്ഷേ ദുരാഗ്രഹം പാടില്ല. നിലവിലുള്ള യോഗ്യന്മാർ എത്രയോ പേരുണ്ട് ഇല്ലേ? സണ്ണി ജോസഫിനേക്കാളും പേരെടുത്ത് പറയാൻ കൊള്ളാവുന്ന ഒരു 15 പേര് ഞാൻ പറയാം, 15 എങ്കിലും. പിന്നെ പറയാൻ നല്ല യോഗ്യതയുള്ള ആളാണ്, തൻ്റെ അടിയാണ്. ആരാ പ്രസിഡന്റ് എന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാർക്ക് അഭിമാനപൂർവ്വം ഇതാണ് ഞങ്ങളുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. പിന്നെ കോൺഗ്രസ്സുകാർ അത്ര വലിയ വർക്കൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്യേണ്ട. കാരണം ഈ LDF സർക്കാരിനെതിരായിട്ടുള്ള വലിയ ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ അവിടെയുണ്ട്. അത് BJPക്കാർ അടിച്ചു പോകാതെ നോക്കിയാൽ മതി. അത് വളരെ പ്രധാനമാണ്. കാരണം ഇപ്പോൾ BJP ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കോൺഗ്രസ് പുനഃസംഘടന നടന്നിരിക്കുകയാണ്. ചർച്ചകൾ നേരത്തെ തുടങ്ങിയെങ്കിലും വിവാദത്തിനത് കാരണമായെങ്കിലും ഇത്ര പെട്ടെന്ന് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും K. സുധാകരനെ മാറ്റും എന്ന് കോൺഗ്രസ് അണികൾ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു മാറ്റം വന്നിരിക്കുന്നത്. നമുക്ക് പരിശോധിക്കാം കോൺഗ്രസിലെ ഈ നേതൃമാറ്റം അവരെ എത്രത്തോളം സ്വാധീനിക്കും എന്നും ഏത് തരത്തിൽ ബാധിക്കുമെന്നും. നമ്മോടൊപ്പം ചേരുന്ന രാഷ്ട്രീയ നിരൂപകൻ അഡ്വക്കേറ്റ് A. ജയശങ്കർ. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇത്ര പെട്ടെന്ന് ഒരു നേതൃമാറ്റം അങ്ങ് പ്രതീക്ഷിച്ചിരുന്നോ കോൺഗ്രസിൽ? അല്ല, നേതൃമാറ്റം നേരത്തെ തന്നെ അന്തരീക്ഷത്തിലുണ്ട്. അതിൻ്റെ ഉപശാലകളിൽ ഇതുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും നടക്കുന്നതായിട്ട് എനിക്കറിയാമായിരുന്നു. പത്രമാധ്യമങ്ങളിൽ ആ രീതിയിൽ വന്നിരുന്നില്ല എങ്കിൽ പോലും പ്രതിപക്ഷ നേതാവിനോട് അടുത്ത കേന്ദ്രങ്ങൾ പറഞ്ഞിരുന്നത് KPCC പ്രസിഡന്റിനെ വൈകാതെ മാറ്റും, ആര് വേണമെന്ന് തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. K. സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട്, പ്രായാധിക്യവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വേറെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ വെച്ചുകൊണ്ട് ഈ സംവിധാനം ഒരുപാട് നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല. അത് ലോക്കൽ ബോഡി ഇലക്ഷൻ മുമ്പായിട്ട്, തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അദ്ദേഹത്തെ മാറ്റി കുറച്ചും കൂടി കർമ്മോത്സുകനായ ഒരാളെ കൊണ്ടുവരണം എന്നൊരാഗ്രഹവും ആവശ്യവും ഈ വൃത്തങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. നേരത്തെ തൊട്ട് അന്തരീക്ഷത്തിലുണ്ട്. പത്രമാധ്യമങ്ങളിൽ കുറച്ച് ദിവസമേ വന്നുള്ളൂ എന്ന് മാത്രം. പക്ഷേ ഇതിലൊരു ഈ കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഒന്ന് ആലോചിച്ച് നോക്കൂ. KPCC പ്രസിഡന്റ് എങ്ങനെ തിരഞ്ഞെടുക്കട്ടെ? KPCCയിൽ മെമ്പർമാരെല്ലാം കൂടി ചേർന്ന് ഒരു ഹാളിൽ ഇരുന്ന് അതിൽ ഒരാളുടെ പേര് നിർദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ രണ്ടാമതൊരാളുടെ പേര് നിർദ്ദേശിക്കുന്നു, ഐക്യകണ്ഠേനയോ ബാലറ്റിലൂടെയോ ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുകയോ അങ്ങനെയല്ല ചെയ്യണ്ടേ? പക്ഷേ അങ്ങനെ ഒരു സംവിധാനം ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസ്സിൽ എത്രയോ കാലമായിട്ട് ഇല്ല. അങ്ങനൊരു സംവിധാനം ഉണ്ടായിരുന്നു പണ്ട്. K. A. ദാമോദരൻ എന്നെ തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടായിരുന്നു, ശങ്കറിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടായിരുന്നു, KP മാധവൻ നായർ തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടായിരുന്നു, CK ഗോവിന്ദൻ നായർ തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടായിരുന്നു, KC അബ്രഹാമിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടായിരുന്നു, TO ബാവയെ തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ പരിപാടി നിർത്തി. പിന്നെ അങ്ങനെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് വോട്ടിട്ട് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന പരിപാടിയൊക്കെ നിർത്തി. പിന്നെ അങ്ങനെ ഒരു എക്സർസൈസ് നടന്നത് K. കരുണാകരൻ്റെ അധ്യക്ഷതയിൽ AK ആൻ്റണിയെ മാറ്റാൻ വേണ്ടിയിട്ട് വയലാർ രവിയെ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവന്നപ്പോഴായിരുന്നു. അന്ന് പോലീസുകാരും മറ്റുമൊക്കെ ഇടപെട്ടിട്ടാണ് ആൻ്റണിയെ തോൽപ്പിച്ച് വയലാറിന് പ്രസിഡൻ്റാക്കിയത്. വീണ്ടും ആ പരിപാടി നിർത്തലാക്കി. വയലാർ രവി മാറിക്കഴിഞ്ഞപ്പോൾ തെന്നല ബാലകൃഷ്ണപിള്ള വരുന്നു. തെന്നലയെ മാറ്റുമ്പോൾ വീണ്ടും മുരളീധരൻ വരുന്നു. മുരളീധരന് ശേഷം പിന്നെ തെന്നല വരുന്നു. പിന്നെ രമേശ് ചെന്നിത്തല വരുന്നു. ചെന്നിത്തല കഴിഞ്ഞ് മുല്ലപ്പള്ളി വരുന്നു. മുല്ലപ്പള്ളിക്ക് ശേഷം സുധീരൻ വരുന്നു. സുധീരൻ കഴിഞ്ഞ് മുല്ലപ്പള്ളി കഴിഞ്ഞ് സുധാകരൻ. ഇവരൊക്കെ തന്നെ കെട്ടിയിറക്കപ്പെട്ട നേതാക്കന്മാരാണ്, ആരും തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല. അപ്പോൾ കെട്ടിയിറക്കപ്പെട്ട നേതാവിനെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത ഉള്ളത് അയാളുടെ ടേം തീർക്കണവരെ ഇരിക്കാൻ, അല്ലെങ്കിൽ ടേം ഉണ്ടാവില്ല. രമേശ് ചെന്നിത്തല 8 കൊല്ലം KPCC പ്രസിഡൻ്റായിരുന്നു പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പും ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പുണ്ടെങ്കിൽ തന്നെ ആലങ്കാരികമായ തെരഞ്ഞെടുപ്പായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ പാർട്ടിയിലെ ജനാധിപത്യം പ്രവർത്തിക്കുന്നത്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് വെച്ചാൽ ഏതാണ്ട് നമ്മുടെ ഗവർണർമാരെ തീരുമാനിക്കുന്ന പോലെയാണ്. ഗവർണറെ നിയമിക്കാനുള്ള അധികാരമുണ്ട്, ഗവർണർ എപ്പോൾ വേണമെങ്കിലും മാറ്റാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒരു കാരണവും പറയേണ്ടതില്ല. എന്ന പോലെയാണ് പ്രസിഡന്റിനെ നിയമിക്കാനും അധികാരമുണ്ട്, പ്രസിഡന്റിനെ മാറ്റാനും അധികാരമുണ്ട്. ഈ അധികാരമാണ് അവിടെ വിനിയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ചരിത്രപരമായ അടിത്തറ. ഇനി സുധാകരനിലേക്ക് വന്നാൽ അദ്ദേഹം ഈ സമീപകാലത്ത് ഉണ്ടായാലേക്ക് ഏറ്റവും തൻ്റെ ഇടവും താൻ പോരുമയുള്ള, അല്ലെങ്കിൽ പ്രവർത്തകരുടെ ഇടയിൽ ആവേശം ഉണർത്താൻ പറ്റിയൊരു നേതാവായിരുന്നു. അക്കാര്യത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനോ VM സുധീരനോ അല്ലെങ്കിൽ ചെന്നിത്തലക്കോ ആർക്കോ അദ്ദേഹത്തോട് കിടപിടിക്കാൻ പറ്റുമായിരുന്നില്ല. ഇപ്പോഴും ആരുടെ അടുത്തും ഒരു എഴുന്നേറ്റ് നിന്ന് ഇത് K. സുധാകരനാണെന്ന് പറഞ്ഞാൽ
ഇദ്ദേഹമാണോ പ്രസിഡന്റ് എന്നാരും ചോദിക്കില്ല, കാരണം അത്രയും ഒരു താൻപോരിമയുള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല കാലം അതിനകത്ത് കഴിഞ്ഞിരുന്നു. കോൺഗ്രസ്സിന് അങ്ങനെ ഗുണമുണ്ട്. കഴിവും പ്രാപ്തിയുള്ള കാലത്ത് ഒരാളെയും പരിഗണിക്കില്ല. അത് കഴിഞ്ഞ് ആൾ ക്ഷീണാവസ്ഥയിലെത്തുമ്പോൾ ഇതുപോലെ പല പദവികളും സ്ഥാനങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു പരാധീനത അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. എങ്കിൽ പോലും അദ്ദേഹത്തെ പോലെ സീനിയറായിട്ടുള്ള നേതാവിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് മുമ്പ് ചില മര്യാദകളൊക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതുണ്ടായില്ല എന്നുള്ളതാണ്. ഒന്ന് ഹൈക്കമാൻഡിൻ്റെ പിടിപ്പുകേടാണ്, പിന്നെ ഈ ലോ കമാൻഡിലിരിക്കുന്ന ആളുകളുടെ പല ആളുകളുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണ്. കാരണം സുധാകരനെ മാറ്റുക എന്നുള്ളതല്ല, തൽസ്ഥാനത്തേക്ക് ആര് വരിക എന്നുള്ളത് പ്രധാനമാണ്. അതെ അതെ. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഇപ്പം ഇദ്ദേഹത്തെ മാറ്റാൻ പോകുന്നു എന്ന വ്യക്തമായ ഒരു ഇൻഡിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്ഥാനമോഹികളുടെ തിരക്കായിരിക്കും. മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കോൺഗ്രസ്സുകാരല്ല, അതിന് മുസ്ലിം ലീഗിൻ്റെ അംഗീകാരം വേണം, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ അംഗീകാരം വേണം, മധ്യ കേരളത്തിലെ ചില മെത്രന്മാരുടെ കൈവപ്പ് ഉണ്ടായിരിക്കണം, പിന്നെ സ്വാഭാവികമായിട്ടും സമുദായ മേലാളന്മാരുടെ അംഗീകാരം കിട്ടിയിരിക്കും. ഇതൊക്കെ ഉണ്ടെങ്കിലേ കാര്യം നടക്കും. അപ്പോൾ ആ വക എല്ലാ വിധത്തിലുള്ള അശ്ലീലതകൾ ഇത്തവണയും അരങ്ങേറി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് അപ്പോൾ ഇദ്ദേഹം മാറുമ്പോൾ ആര്, പിന്നെ കോൺഗ്രസിനകത്തുള്ള സമവാക്യങ്ങൾ മാറിയല്ലോ. നേരത്തെ ഐ ഗ്രൂപ്പ്, എ ഗ്രൂപ്പ്, മൂന്നാം ഗ്രൂപ്പ് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ആ സമവാക്യങ്ങളൊക്കെ അപ്രസക്തമായി. പഴയ എ ഗ്രൂപ്പും പഴയ ഐ ഗ്രൂപ്പും ഇതൊന്നും പഴയ പോലെ ഇല്ല, അല്ലെങ്കിൽ തീരെ ഇല്ല എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പുതിയ ശാക്തിക ചേരികൾ അത് ഇതിനെ ഏത് രീതിയിൽ ബാധിക്കും. പിന്നെ കേന്ദ്രത്തിൽ ഒരു അധികാരമായിട്ട് വേണുഗോപാൽ നിൽക്കും. വേണുഗോപാലാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആജ്ഞകളനുസരിച്ച് അവർക്കും എതിർപ്പുണ്ട്, പ്രതിഷേധമുണ്ട്. എങ്കിൽ പോലും അത് അംഗീകരിക്കല്ലാതെ മാർഗ്ഗമില്ല എന്ന രീതിയിലാണ് ബാക്കിയുള്ളവർ പോകുന്നത്. അപ്പോൾ കെ സി വേണുഗോപാലിന് രാഹുൽ ഗാന്ധിയുടെ മീതെയുള്ള സ്വാധീനം, അതാണ് അദ്ദേഹത്തിൻ്റെ ബലം, അദ്ദേഹത്തിൻ്റെ ശക്തി. അങ്ങനെയാണ് ആൻ്റണി എന്ന് പറഞ്ഞ തീരെ ജനപ്രിയനല്ലാത്ത അല്ലെങ്കിൽ ജനപിന്തുണയില്ലാത്ത ഒരാൾ അദ്ദേഹത്തിൻ്റെ പേര് KPCC പ്രസിഡന്റ് പോലെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലേക്ക് ഉയർന്നു വരുന്നത്. ആൻ്റണി ഒരുപക്ഷെ ആയിപ്പോയാനെ. അതിനു മുമ്പ് ഈ വിപന്നന്മാർ സുധാകരനെ തന്നെ കുത്തിയിളക്കി, കെ മുരളീധരനെ കുത്തിയിളക്കി, അതിനെതിരെ വലിയ ഒരു മുന്നേറ്റം സംസ്ഥാനത്ത് ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയ ശരിയാണ്, 12,000 മെയിലുകളാണ് രാഹുൽ ഗാന്ധിയുടെ ഇമെയിലിലേക്ക് ചെന്നത് ഈ ആൻ്റണിക്കെതിരായിട്ട്. കാരണം ഇദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ ഇത് തീരെ അൺവർക്കബിളാവും എന്നുള്ളത് ആളുകൾക്ക് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറിയാം. അത് ആൻ്റണി എന്നുള്ള വ്യക്തിയോടുള്ള എതിരഭിപ്രായമല്ല, ഒരു രാഷ്ട്രീയ നേതാവെന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അനുവർത്തിക്കുന്ന ശൈലിയോടുള്ള എതിർപ്പാണ്. അത് കെ മുരളീധരൻ പറഞ്ഞു, KPCC പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾ ആര് തന്നെയാലും ഫോട്ടോ കണ്ടാലെങ്കിലും ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ആളായിരിക്കണം. അപ്പോൾ ആ രീതിയിലുള്ള എതിർപ്പ് അവിടെ ഉയർന്നു വന്നു. അദ്ദേഹമാണ് പ്രസിഡൻ്റായെങ്കിൽ KPCC പിരിച്ചുവിടുമായിരുന്നു നല്ലത്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ ലയിപ്പിക്കുന്നതായിരുന്നു ഭേദം. ഏതായാലും ആ അപകടം ഒഴിവായി. അതാണ് ഇതിൻ്റെ അകത്ത് പോസിറ്റീവായിട്ടുള്ളൊരു വശം. ഓക്കെ, ഇപ്പോൾ പുതിയ പ്രസിഡൻ്റായി ചുമതലയേൽക്കുന്ന ശ്രീ സണ്ണി ജോസഫിനെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? കാരണം അങ്ങ് തന്നെ പറഞ്ഞു, എല്ലാവരെയും ആവേശത്തിലേക്ക് ഉയർത്താൻ സാധിക്കുന്ന കെ സുധാകരൻ്റെ കസേരയിലേക്കാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ സംഘടനാ സംവിധാനം ചലിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുമോ കോൺഗ്രസിനുള്ളിൽ? അല്ല, അതൊക്കെ വേറെ ചോദ്യമാണ്. സംഘടനാ സംവിധാനം പ്രസിഡന്റ് മാത്രം വിചാരിച്ച് ചലിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ VM സുധീരൻ മോശക്കാരനൊന്നും വരുന്നില്ല. എത്രയോ ആദർശവാനായ നേതാവാണ്, എത്ര വലിയ പ്രതിച്ഛായമുള്ള ആളാണ്. അദ്ദേഹത്തിന് KPCCയുടെ സംവിധാനത്തെ ചലിപ്പിക്കാൻ തീരെ പറ്റിയില്ല. പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നടത്തിയ എല്ലാ സമരങ്ങളും ഒറ്റയാൾ പോരാട്ടമായിരുന്നു. VM സുധീരൻ KPCC പ്രസിഡന്റ്, KPCC ഇന്ദിരാഭവനിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഇത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതൊഴിച്ചാൽ അദ്ദേഹം തീർത്തും ഒറ്റപ്പെട്ട ഒരു നേതാവായിരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രനും പറയത്തക്ക പിന്തുണയൊന്നും സഹഭാരവാഹികളിൽ നിന്നും KPCCയിൽ നിന്നും കിട്ടിയിരുന്നില്ല, ഹൈക്കമാൻഡിൽ നിന്ന് തീരെ കിട്ടിയിരുന്നില്ല. ഇതായിരുന്നു അവിടുത്തെ സംവിധാനം. സുധാകരൻ പിന്നെ ലിജുവിനെയൊക്കെ വെച്ചിട്ട് കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചു കൊണ്ടുപോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ KPCCയുടെ സംവിധാനത്തെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിപ്പിക്കാൻ കഴിവുള്ള ഒരു പ്രസിഡന്റ് ഇനി ഉണ്ടായി വന്നിട്ട് വേണം. അതത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ അത്രയൊക്കെ ആഗ്രഹിക്കുന്നത് ശരിയല്ല. മനുഷ്യർക്ക് ആഗ്രഹമാവാം, അത്യാഗ്രഹമാവാം, പക്ഷേ ദുരാഗ്രഹം പാടില്ല. കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം സംസ്ഥാനത്ത് മൊത്തത്തിൽ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്, ശിഥിലമായിരിക്കുകയാണ്. അതിൽ ആ ഒരു സംശയമില്ല. ഇപ്പോൾ സണ്ണി ജോസഫ് വിചാരിച്ചാലൊന്നും അത് ശരിയാക്കാൻ പറ്റില്ല. സണ്ണി ജോസഫിൻ്റെ ഒരു മേന്മ, ആൾ സൗമ്യനാണ്, ജനങ്ങളുമായിട്ട് ഇടപെടാൻ കഴിവുള്ള ആളാണ്. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ കുടിയേറ്റ കർഷകരുടെ, കുടിയേറ്റക്കാരായ ക്രൈസ്തവരുടെ ഇടയിൽ സ്വാധീനമുള്ള ആളാണ്. ആ സ്വാധീനത്തെ ഒരു പാൻ കേരള ഇമേജാക്കി വളർത്തിയെടുക്കാൻ ഇനിയും സമയമുണ്ട്.
KPC പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള പല ആളുകളും ആ സ്ഥാനത്തേക്ക് ഉയർന്നത്. CB പത്മരാജൻ ചെറിയ ആളൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ആദരണീയനായ ഒരു കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം ആദ്യം പ്രസിഡന്റ് ആവുന്ന സമയത്ത് ഒരു തവണ പ്രസിഡന്റ് ആയുള്ളൂ. അത് കുറച്ചധികം സമയം ഉണ്ടായിരുന്നു, 4 വർഷത്തോളം ഉണ്ടായിരുന്നു. അത് കരുണാകരൻ്റെ മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുന്ന സമയത്താണ്. അദ്ദേഹത്തിന് എന്തോ ഗ്രാമവികസന വകുപ്പ് മറ്റുമായിരുന്നു. അങ്ങനെ ഒരു മന്ത്രിയുണ്ടെന്ന് പോലും അധികം പേർക്ക് അറിയില്ലായിരുന്നു. അദ്ദേഹം അങ്ങനെ മന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ KPCC പുനഃസംഘടിപ്പിച്ച് AL ജേക്കബ് മന്ത്രിസ്ഥാനത്തേക്ക് വരും. അപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരാൾ പോകണം. അവിടെ പത്മരാജൻ മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ച് KPCCയിലേക്ക് പോവുകയാണ്. അതിന് ശേഷമാണ് പത്മരാജൻ്റെ പേര് സംസ്ഥാനത്തെമ്പാടും സുപരിചിതമായത്. അതിന് മുമ്പ് കൊല്ലം ജില്ലയിൽ മാത്രമൊക്കെ അദ്ദേഹം അറിയപ്പെടുമായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് കരുണാകരൻ്റെ ശക്തമായ പിന്തുണ ഉണ്ടായിരുന്നു. അങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. തെന്നല ബാലകൃഷ്ണപിള്ള, നമുക്കറിയാമല്ലോ, അദ്ദേഹം അങ്ങനെ 140 മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ 12 ജില്ലകളിലും പറന്ന് നടന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രസിഡൻ്റേ ആയിരുന്നില്ല. അദ്ദേഹം ഇന്ദിരാഭവനിൽ അല്ലെങ്കിൽ അന്നത്തെ കോൺഗ്രസ് ഓഫീസിൽ അങ്ങനെ ഊർക്കാൻ ചെല്ലൊക്കെ ഇട്ടിരുന്ന ആളാണ്. അപ്പോൾ അത്രയൊക്കെ KPCC പ്രസിഡന്റ് ആൾക്കാർ പ്രതീക്ഷിക്കുന്നുള്ളൂ. കാരണം ഈ ലെജിസ്ലേച്ചർ പാർട്ടി ലീഡർഷിപ്പാണ് പ്രധാനം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. KPCC അപ്രസക്തമാണെന്നല്ല പറഞ്ഞത്, പക്ഷേ KPCCക്ക് ചില പരിമിതികളുണ്ട്. KPCC പ്രസിഡൻറ്റിൻ്റെ പദവി എന്ന് പറയുന്നത് ഏറെക്കുറെ ആലങ്കാരികമാണ്. അതിൽ കവിഞ്ഞ് യഥാർത്ഥ അധികാരമുള്ള ഒന്നല്ല എന്നാണ് നമ്മൾ ഇതുവരെയുള്ള അനുഭവം നമ്മളെ ബോധിപ്പിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ സംഭവം ഇത്രേ ഉള്ളൂ. KPCC പ്രസിഡൻ്റായിട്ട് കുറച്ച് കൊള്ളാവുന്ന ഒരാളാണ് ഇരിക്കുന്നതെങ്കിൽ, ആളുകളെ വെറുപ്പിക്കാത്ത ആളാണ് ഇരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ TV വന്ന് സംസാരിക്കുമ്പോൾ സഭ്യമായിട്ട് സംസാരിക്കാൻ അറിയുന്ന ആളാണ് ഇരിക്കുന്നതെങ്കിൽ നന്നായിരിക്കും. അതല്ലെങ്കിൽ അവർ ജനങ്ങളെ വെറുപ്പിക്കും. അപ്പോൾ ജനങ്ങളെ വെറുപ്പിക്കാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംഘടന പുനഃസംഘടന എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമുണ്ട്, പക്ഷേ അതൊന്നും പ്രാവർത്തികമായിട്ടുള്ള കാര്യമല്ല ഇന്നത്തെ നിലയ്ക്ക്. അല്ല, ചില അണികൾ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആര് എന്നുള്ള ചോദ്യം നിലനിൽക്കുന്ന വേളയിൽ ആരെയും തീരുമാനിക്കാതിരുന്ന സാഹചര്യത്തിൽ ചില പേരുകൾ കൂടി ഉയർത്തിക്കാട്ടിയിരുന്നു. ബെന്നി ബെഹനാൻ്റെ പേര് ഉയർത്തിക്കാട്ടി. അദ്ദേഹം ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്നുകൊണ്ട് സംഘടനാ സംവിധാനത്തിൽ സജീവമായി നിലനിന്നിരുന്ന ഒരു നേതാവാണെന്ന പേര് കേട്ടിരുന്നു. ചുരുക്കം ചിലരൊക്കെ തന്നെ മുരളീധരൻ്റെ പേരും പറഞ്ഞു കേട്ടു. അദ്ദേഹത്തിന് ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളാണ്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരം പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഇങ്ങനെയുള്ള ചില പേരുകൾ വന്നിരുന്നു. അപ്പോൾ ഏറ്റവും നിലവിലുള്ളതിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൾ തന്നെയാണോ ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നതെന്നാണ് അങ്ങ് കരുതുന്നത്? അങ്ങനെ ഞാൻ കരുതുന്നില്ല. നിലവിലുള്ള യോഗ്യന്മാർ എത്രയോ പേരുണ്ട്, ഇല്ലേ? സണ്ണി ജോസഫിനേക്കാളും പേരെടുത്ത് പറയാൻ കൊള്ളാവുന്ന ഒരു 15 പേര് ഞാൻ പറയാം, 15 എങ്കിലും. പക്ഷേ അങ്ങനെയല്ല. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോൾ പല പരിഗണനകളും ഉണ്ടാവും. കെ മുരളീധരൻ വളരെ കാലം KPCC പ്രസിഡൻ്റായിരുന്ന ആളാണ്. KPCCയിലെ ഒരു മുദ്ര പതിപ്പിച്ച പ്രസിഡൻ്റാണ് കെ മുരളീധരൻ. പക്ഷേ ഈ സമയത്ത് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുന്നത് ഗുണകരമാകുമോ എന്ന ചോദ്യമുണ്ട്. മാത്രവുമല്ല, KPCCയുടെ ലീഡർഷിപ്പ് അല്ലാതെ ലെജിസ്ലേച്ചർ പാർട്ടി ലീഡർഷിപ്പ് ഇപ്പോൾ നായർ സമുദായത്തിൻ്റെ കയ്യിലാണ്. VD സതീശൻ, അതുപോലെ രമേശ് ചെന്നിത്തല, കേന്ദ്രത്തിലാണ് ഈ വേണുഗോപാൽ. അപ്പോൾ അതേ വിഭാഗത്തിൽ നിന്ന് മുരളീധരനെ കൂടി കൊണ്ടുവന്നാൽ അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് കൊടുക്കുന്ന ഒരു ഇമ്പ്രഷൻ മറ്റ് സമുദായക്കാരുടെ ഇടയിൽ എന്തായിരിക്കും എന്നാലോചിക്കണം. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയോ CPI ആണെങ്കിൽ കുഴപ്പമില്ല, അവിടെയൊക്കെ ആരും ഇത് ഗൗനിക്കില്ല. മറിച്ച് കോൺഗ്രസ് ഒരു പാർട്ടിയിൽ ഇതൊക്കെ ചർച്ചാ വിഷയവും. അപ്പോൾ പിന്നെ അദ്ദേഹത്തെ പരിഗണിക്കാൻ പറ്റുകയില്ല. അടൂർ പ്രകാശിൻ്റെ പേര് പരിഗണിച്ചാണ്. പ്രകാശ് നല്ല സംഘാടകനാണ്, കാര്യങ്ങളൊക്കെ നടത്താൻ കഴിവുള്ള ആളാണ്, പ്രാപ്തനാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിൽ VM സുധീരൻ, മുല്ലപ്പള്ളി രാമേന്ദ്രൻ, അത് കഴിഞ്ഞ് K സുധാകരൻ, 4ാമത് അടൂർ പ്രകാശ് വന്നാൽ അത് കൊടുക്കുന്ന ഒരു ഇമ്പ്രഷൻ എന്താണ്? ഈ KPCC പ്രസിഡന്റ് സ്ഥാനം എന്ന് പറയുന്നത് ഈഴവ തീയ വിഭാഗക്കാർക്ക് സംവരണം ചെയ്തിട്ടുള്ള ഒന്നാണ് എന്ന ഒരു ധാരണ ഉണ്ടാവും. അതുകൊണ്ടാണ് ഒരു പക്ഷേ അദ്ദേഹത്തെ പരിഗണിക്കാത്തതിനെ വിചാരിക്കും. പിന്നെ ബെന്നി ബെഹനാൻ്റെ കാര്യം പറഞ്ഞാൽ മറിച്ചാണ്. ബെന്നി ബെഹനാൻ നല്ല യോഗ്യതയുള്ള ആളാണ്, തൻ്റെ അടിയാണ്. ആരാ പ്രസിഡന്റ് എന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാർക്ക് അഭിമാനപൂർവ്വം ഇതാണ് ഞങ്ങളുടെ പ്രസിഡന്റ് എന്ന് പറയാം. പക്ഷേ അദ്ദേഹത്തിന് പറ്റിയത് അദ്ദേഹത്തിന് കുഴപ്പമുണ്ടായിട്ടല്ല. അത് ഈ ബെന്നി ബെഹനാൻ സിറിയൻ ജേക്കബറ്റ് വിഭാഗക്കാരാണ്. ഇവർക്ക് കത്തോലിക്കനായ ഒരു പ്രസിഡന്റ് നിർബന്ധമായിട്ട് വേണം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ തഴഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പല പരിഗണനകളും വരും. ഒന്ന് നായരായിപ്പോയി, മറ്റത് ഈഴവനായിപ്പോയി, മൂന്നാമത്തത് ക്രിസ്ത്യാനിയാണെങ്കിലും യാക്കോബായക്കാരനാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആൻ്റണിയിലേക്ക് വന്നത്. കാരണം കത്തോലിക്കരിൽ നിന്ന് ഇപ്പോൾ അധികം നേതാക്കന്മാരില്ല. കത്തോലിക്കനാണ് ആൻ്റണി. ഇപ്പോൾ ചിലർ പറയുന്നത് ഇതേ യഥാർത്ഥത്തിൽ കത്തോലിക്കനല്ല, പുള്ളി പെന്തിക്കോസുകാരനാണ്. പെന്തിക്കോസുകാരൻ ബന്ധിങ്ങിട്ട് കത്തോലിക്കനെ പറ്റിക്കുകയാണ്. അതിൻ്റെ സത്യാവസ്ഥ സംഭവ്യമാണ്. സത്യാവസ്ഥ നമുക്കറിയില്ല, സംഭവ്യമാണ്. മധ്യ കേരളത്തിൽ ഇങ്ങനെ പരിവർത്തനം ചെയ്യപ്പെട്ടതിന് ശേഷവും പഴയ സഭക്കാരനായിട്ട് അഭിനയിച്ച് തുടരുന്ന ആൾക്കാരുണ്ട്.
അപ്പോൾ അങ്ങനെ ഉള്ളൊരാൾ വേണം. അതുകൊണ്ടാണ് പുള്ളിയുടെ പേര് വന്നത്. അല്ലാതെ ആൻ്റോ ആൻ്റണിക്ക് വേറെ എന്തെങ്കിലും മേന്മകളുണ്ടല്ലോ. അപ്പോൾ ആൻ്റോ ആൻ്റണിക്ക് പകരം ഒരാളെ ആലോചിക്കുമ്പോൾ മറ്റൊരു കത്തോലിക്ക വേണമല്ലോ. അപ്പോഴാണ് സണ്ണി ജോസഫ് റഡാറിൽ വന്നത്. സണ്ണി ജോസഫ് കുഴപ്പക്കാരനൊന്നുമല്ല, മര്യാദക്കാരനാണ്. പക്ഷേ എന്ന് വെച്ചാൽ സണ്ണി ജോസഫ് മാത്രമാണ് കേരളത്തിൽ PCC പ്രസിഡൻ്റാകാൻ യോഗ്യൻ എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ശരിയല്ല. അടൂർ പ്രകാശ് വന്നു, UDF കൺവീനറായി വന്നിരിക്കുകയാണ്. ഒപ്പം തന്നെ ഷാഫി പറമ്പിൽ, വിഷ്ണുനാഥ്, AP അനിൽകുമാർ ഇവരൊക്കെ വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടും വന്നിട്ടുണ്ട്. ഇതൊക്കെ ഏറ്റവും ഒരു ബുദ്ധിപരമായിട്ടുള്ള തീരുമാനമായിട്ടാണോ? കാരണം ഒന്ന്, അടൂർ പ്രകാശിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് തോറ്റിട്ടില്ല. തൻ്റെ മണ്ഡലത്തിൽ മാത്രമല്ല മറ്റ് മണ്ഡലത്തിലും പോയി, അതായത് അടൂരിൽ നിന്നും ആറ്റിങ്ങലെത്തി, ആറ്റിങ്ങലിലെ അടിത്തട്ടിൽ വരെ തൻ്റെ പ്രത്യേക പ്രവർത്തകരെ കൊണ്ട് ചലനങ്ങൾ സൃഷ്ടിച്ച് അവിടെ ഇടത് കോട്ട പിടിച്ചെടുക്കുകയും ചെയ്ത ഒരു നേതാവാണ് അദ്ദേഹം. അല്ല, UDF കൺവീനർ എന്ന് വെച്ചാൽ അങ്ങനെ മലമറിക്കണ പോസ്റ്റൊന്നുമല്ല. അത് ഈ പറഞ്ഞ പോലെ ആലങ്കാരികമായ പദവിയാണ്. UDF കൺവീനറുടെ ജോലി എന്താണ്? UDFിലെ ഘടകകക്ഷികളെ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ വിളിച്ച് എന്തൊക്കെയാണ് സുഖമല്ലെന്ന് ചോദിക്കുക. പിന്നെ UDF മീറ്റിങ്ങുകൾ വിളിക്കുമ്പോൾ അവിടെ അധ്യക്ഷത വഹിക്കുന്നത് കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി ലീഡറാണ്, UDF ചെയർമാനെ നമ്മൾ അധികം പേര് അറിയില്ല. അങ്ങനെ ഒരു പദവിയുണ്ട്, അതാണ് പ്രധാന പോസ്റ്റ്. പുള്ളിയാണ് അധ്യക്ഷൻ. അത് നിലവിൽ VD സതീശനാണ്. നേരത്തെ രമേശ് ചെന്നിത്തലയായിരുന്നു, അതിന് മുമ്പ് ഉമ്മൻചാണ്ടിയായിരുന്നു. CLP ലീഡറാണ് സാധാരണയിൽ UDF കൺവീനർ എന്ന് പറഞ്ഞ് ഈ മീറ്റിംഗ് കൺവീൻ ചെയ്യുന്ന ആൾ മാത്രം. അതിൽ കവിഞ്ഞ വലിയ പ്രാധാന്യമൊന്നും അദ്ദേഹത്തിനില്ല സാധാരണഗതിയിൽ. പിന്നെ രണ്ട് ഘടകകക്ഷികൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ പറഞ്ഞ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക എന്നൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. ചിലപ്പോൾ ചില പ്രാദേശിക ഘടകങ്ങൾ തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാകുമ്പോൾ ഒരു മുനിസിപ്പാലിറ്റിയിലെ ചെയർമാൻ 4 കൊല്ലത്തേക്ക് ജയിച്ച ആൾ 5ാമത്തെ കൊല്ലം മാറിക്കൊടുക്കുന്ന വ്യവസ്ഥ ലംഘിച്ച് തുടരുകയാണെങ്കിൽ അപ്പോൾ UDF കൺവീനർക്ക് ആ അധികാരം ഉപയോഗിച്ച് ഇടപെട്ട് അയാളുടെ മാതൃസംഘടനയുമായിട്ട് ആലോചിച്ച് നടപടിയെടുപ്പിക്കുന്നതിലേക്ക് പോകാം. അങ്ങനെയുള്ള ജോലികളെ ശരിക്കും UDF കൺവീനർ എന്ന് ഉദ്ദേശിച്ചു. പിന്നെ അത് പൊളിറ്റിക്കലായിട്ട് വളരെ പ്രധാനപ്പെട്ടൊരു പോസ്റ്റാണ്. ഇപ്പോൾ ഒരു പ്രസ്താവന ഇറക്കി കഴിഞ്ഞാൽ UDF കൺവീനർ അടൂർ പ്രകാശ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടു എന്ന് പറയാം, അത്രേ ഉള്ളൂ. ഓക്കെ. മറ്റ് അടുത്ത നിരയിലുള്ള പ്രധാനപ്പെട്ട നേതാക്കളെയാണ് വർക്കിംഗ് പ്രസിഡന്റുമാരായി കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഈ യുവ അണികളിൽ ആവേശമുണ്ടാക്കുമോ? അത് ഒരു സ്വാഗതാർഹമായ സമീപനമായിട്ട് എനിക്ക് തോന്നി. കാരണം വലിയ കുഴപ്പക്കാരല്ല വന്നിട്ടുള്ളത്, AP അനിൽകുമാർ ഒഴിച്ച്. അനിൽകുമാർ കുഴപ്പക്കാരനല്ല, മറ്റ് രണ്ടുപേരും വളരെ മിടുക്കന്മാരാണ്, വളരെ ചെറുപ്പക്കാരാണ്. വിഷ്ണുനാഥ് 25 വയസ്സുള്ളപ്പോൾ MLA ആണ്. ഷാഫി അതുപോലെ. വിഷ്ണു ഇപ്പോൾ 3ാമത്തെ ടേമാണ് നിയമസഭയിൽ. ഷാഫി ഇപ്പോൾ പാർലമെൻറ്റ് മെമ്പറാണെന്നുള്ളതിലുപരി രണ്ടുപേരും വളരെ ഊർജ്ജസ്വലരായിട്ടുള്ള നേതാക്കന്മാരാണ്. സാമുദായിക തത്വം പാലിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിലും ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരായിട്ടുള്ള ആളുകളാണ്. അവർ വർക്കിംഗ് പ്രസിഡൻ്റായി എന്നുള്ളത് ശരിയാണ്. ഇനി അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റണം, അതാണ് പ്രധാനം. അവർക്ക് വർക്കിംഗ് പ്രസിഡൻ്റ് എന്ന് വെച്ചാൽ മിക്കവാറും അൺവർക്കിംഗ് പ്രസിഡൻ്റ് എന്നാണ് അർത്ഥം. ഒരു വർക്കും ചെയ്യാത്ത ആളുകളെ, വർക്ക് ചെയ്യാൻ പറ്റാത്തവരെ, വർക്ക് അറിയാത്തവർ, വർക്ക് ചെയ്യേണ്ട പ്രായം കഴിഞ്ഞവരെ ഒക്കെയാണ് സാധാരണ ഈ പോസ്റ്റിൽ വയ്ക്കുക. കോൺഗ്രസ്സിലെ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് നമ്മളെ ചിരിപ്പിക്കുന്ന ഒരുപാട് പദാവലികൾ ആ പാർട്ടിയിലുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരും വർക്ക് ചെയ്യാൻ അറിയുന്നവരാണ്. അനിൽകുമാറും ഏതാണ്ട് അതേ വിഭാഗത്തിൽപ്പെട്ടാണ്. അപ്പോൾ 3 വർക്കിംഗ് പ്രസിഡന്റുമാർക്ക് ഒരു ഏരിയ തിരിച്ചു കൊടുത്ത് അവരെ കൊണ്ട് വർക്ക് ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സ്ഥിതി എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഘടകങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. പണ്ട് ഇവിടെ മുമ്പത്തെ ടൈമിൽ വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് നിയമിക്കപ്പെട്ട ഒരാൾ ഏതാണ്ട് ICUവിൽ കിടപ്പായിരുന്നു. ICUവിൽ കിടന്നിട്ടാണ് പുള്ളി വർക്ക് ചെയ്യണം. കുറച്ച് ആൾ അവിടെ കിടന്ന് വർക്ക് ചെയ്തപ്പോൾ പുള്ളി അങ്ങേ ലോകത്തേക്ക് പോയി. അതുകൂടി പുള്ളിയുടെ വർക്ക് അവസാനിച്ചു. ഇതാണ് കോൺഗ്രസ്സിലെ വർക്കിംഗ് പ്രസിഡന്റുമാരുടെ ഒരു വർക്കിൻ്റെ ഏകദേശ സ്വഭാവം. ഇപ്പോൾ ഈ ഒരു മുഖമൊക്കെ മാറ്റി വന്നിരിക്കുകയാണ്. നിലവിലെ പിണറായി സർക്കാരിൻ്റെ അല്ലെങ്കിൽ പിണറായി സർക്കാരിനെതിരെ നിൽക്കുന്ന വികാരമൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നിലേക്ക് വരാൻ സാധിക്കുമോ? കോൺഗ്രസ്സിന് കുറേ കാലം മുൻപ് വരെയൊക്കെ തന്നെ ഒരു ശിഥിലമായ അവസ്ഥയായിരുന്നു. അതിനൊക്കെ ഒരു മാറ്റമുണ്ടാകുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്താണ് ഒരു നിഗമനം? അതൊരു വലിയ ചോദ്യമാണ്. കോൺഗ്രസ്സിനെ പ്രവർത്തനം സജ്ജമാക്കാൻ ഇവർക്ക് സാധിക്കുമെന്ന് ചോദിച്ചാൽ അസാധ്യമല്ല. പ്രത്യേകിച്ച് വിഷ്ണുദാസ്, അടൂർ പ്രകാശ്, അതുപോലെ ഷാഫി പറമ്പിൽ, ഇവരൊക്കെ ഉൾപ്പെട്ട ടീം ഒരു നല്ല ടീമായിട്ട് പ്രവർത്തിക്കും. രമേശ് ചെന്നിത്തലയും സതീശനും കേന്ദ്രത്തിൽ നിന്ന് വേണുഗോപാൽ അതിനോട് നന്നായി സഹകരിക്കുകയും ചെയ്താൽ സണ്ണി ജോസഫിനെ ഒരു പ്രസൻറ്റബിൾ കാൻഡിഡേറ്റാണ്. അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് KPCCക്ക് നല്ല രീതിയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചെല്ലാൻ കഴിയും. പിന്നെ കോൺഗ്രസ്സുകാർ അത്ര വലിയ വർക്കൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്യേണ്ട. കാരണം
ഈ LDF സർക്കാരിനെതിരായിട്ടുള്ള വലിയ ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ അവിടെയുണ്ട്. അത് BJPക്കാരെ അടിച്ചു പോകാതെ നോക്കിയാൽ മതി. അത് വളരെ പ്രധാനമാണ്. കാരണം ഇപ്പോൾ BJP ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ ശക്തി കൂടുന്നതനുസരിച്ച് കോൺഗ്രസിൻ്റെ ശക്തി കുറയും. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ ഇവരുടെ സ്വന്തം കോട്ടകൾ നഷ്ടപ്പെടാതെ നോക്കുക. അത് കഴിഞ്ഞിട്ട് പുറമേ നിന്നുള്ള വോട്ടുകൾ അത് തീർച്ചയായിട്ടും കിട്ടും, വേറെ ആർക്കും കിട്ടില്ല. അപ്പോൾ ഇങ്ങനൊരു സംഗതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ ഭരണമാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും. പല രീതിയിലും വിമർശനം ഉയരുന്നുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ തന്നെ ഉയർന്ന വിമർശനം KC വേണുഗോപാലിനെതിരെയാണ്. കേരളത്തിലെ കോൺഗ്രസിനെ കൊന്നുകൊഴിച്ചു കൂടുന്ന നിലപാടുകളാണ് KC വേണുഗോപാൽ സ്വീകരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഉപദേശം നൽകി അദ്ദേഹത്തെയും വഴിതെറ്റിച്ചു. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനെയും കൊന്നുകൊഴിച്ച് മൂടി എന്നാണ് പറയുന്നത്. എന്താണ് അക്കാര്യത്തിൽ അഭിപ്രായം? അല്ല, ഈ KC വേണുഗോപാൽ ദൈനംദിനാടിസ്ഥാനത്തിൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുള്ള സത്യമാണ്. അതുകൊണ്ട് ഗുണമാണോ ദോഷമാണോ ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയുന്നത് ശരിയല്ല. കാരണം പുള്ളി ആ സ്ഥാനത്ത് എത്തിയിട്ട് കുറച്ചാളായി. അതിനുശേഷം പല തെരഞ്ഞെടുപ്പുകൾ നടന്നു. കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചു, നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് KC വേണുഗോപാൽ അവിടെ നിന്ന് പൂർണ്ണമായി കുത്തിത്തിരിപ്പെടുത്താണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും. നേരെ കുറിച്ച് ഇവിടെയുള്ള മുതിർന്ന നേതാക്കന്മാരോടും പ്രസിഡന്റിനോടൊക്കെ ആലോചിച്ചിട്ട് കാര്യങ്ങൾ ഒരുമാതിരി ഭംഗിയായിട്ട് കൊണ്ടുപോകണമെങ്കിൽ വലിയ കുഴപ്പവും വരികയില്ല. ഓക്കെ. എന്തായാലും ഈ ഒരു മാറ്റം പ്രവർത്തകരെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കുമോ എന്ന് ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇനിയിപ്പോൾ കോൺഗ്രസിന് കൂടുതൽ ചലനാത്മകമായി മുന്നോട്ട് പോകാൻ സാധിക്കുമോ? ഈ സ്ഥാനം നഷ്ടപ്പെട്ട കഴിവുള്ളവരുടെ ഏതെങ്കിലും തരത്തിലുള്ള നിസ്സഹകരണം ഉണ്ടാകുമോ? ഇതൊക്കെ അറിയണം അല്ലേ? അല്ല, അങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ ഏത് സമയത്തും ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഈ സ്ഥാനം നഷ്ടപ്പെട്ടവർ അതിനോട് അത്ര സന്തോഷത്തോടെ ആയിരിക്കില്ല പ്രതികരിക്കുക. എല്ലാവരും ആൻ്റണിയെ പോലെ ഇങ്ങനെ ആദർശം ഉപേക്ഷിച്ചിട്ടല്ലല്ലോ കോൺഗ്രസ്സിൽ വരുന്നത്. ആൻ്റണീൻ്റെ എത്രാമത്തെ വയസ്സിലാണ് ആദർശം സ്വീകരിച്ചതെന്നും എത്രാമത്തെ വയസ്സിലാണ് മറ്റ് ആനുകൂല്യങ്ങൾ അദ്ദേഹത്തിന് കിട്ടി തുടങ്ങിയെന്നുള്ളത് നോക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ പോയവരുടെ ശല്യം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് വന്നവരെന്തുമാത്രം ആത്മാർത്ഥമായിട്ട് ചെയ്യും എന്നുള്ളതാണ് പ്രധാനം. ഭരണവിരുദ്ധ വികാരത്തെ എന്തുമാത്രം നന്നായിട്ട് ഇവർക്ക് ചൂഷണം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ വിജയസാധ്യത. ഓക്കെ. എന്തായാലും ഇപ്പോൾ മറുവശത്തേക്ക് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുറേയേറെ കാര്യങ്ങളിൽ വലിയ വിമർശനം ഉയരുന്നുണ്ട്. ഭരണപക്ഷത്ത് ദൂരത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ യുദ്ധം നടക്കുമ്പോൾ അവരുടെ ചില നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ചിലരൊക്കെ ജനങ്ങളെ വെറുപ്പിക്കുന്നുണ്ട്. ഞാൻ സ്വരാജിൻ്റെ പോസ്റ്റ് ഉദ്ദേശിച്ചു, മറ്റിവിടെയുള്ള ഒരു പ്രാദേശിക നേതാവിൻ്റെ പോസ്റ്റും ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അല്ല, അത് അവർ എത്രയോ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താത്വികമായിട്ടും ദാർശനികമായിട്ടും പ്രത്യയശാസ്ത്രപരമായിട്ടും പിന്നെ പ്രായോഗികമായിട്ടും ആളുകളെ വെറുപ്പിക്കുക എന്ന് പറഞ്ഞ കലയിൽ അവരെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. ആളുകൾ പൂർണ്ണമായിട്ട് വെറുത്തിരിക്കുകയുള്ളൂ. ഭരണത്തിൻ്റെ വൈകതം മാത്രം മതി, മറ്റുള്ള കാര്യങ്ങളൊക്കെ സമാധാനമുള്ളതാണ്. ഭരണത്തെ വെറുക്കുന്നു. ഭരണം പരമപരാജയത്തിന് ശേഷവും സർക്കാരിൻ്റെ 4ാം വാർഷികം കൊണ്ടുപിടിച്ച് ആഘോഷിക്കുകയാണ്. വേറെ ഒന്നിനും കാശില്ല, പക്ഷേ ഇതിന് കാശുണ്ട്. അരിപടി ഒന്ന് കുറിക്കാനില്ല, തരിവള ഇട്ട് കിലുക്കാൻ മോഹം എന്ന് പറഞ്ഞ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ആ വെറുപ്പ് അവിടെ ഉണ്ട്. അത് പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ പ്രതിഫലിക്കുകയും ചെയ്യും. പക്ഷേ ആ പ്രതിഫലിക്കുന്നത് കോൺഗ്രസിൻ്റെ പെട്ടിയിൽ വീണാലേ കാര്യമുള്ളൂ. അതിന് കോൺഗ്രസ്സുകാർ വേറെ ഒന്നും ചെയ്യേണ്ട, ആളുകളെ ഇവരായിട്ട് വെറുപ്പിക്കാതിരുന്നാൽ മതി. അത് ശരിയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വലിയ വാഗ്ദാനങ്ങളൊന്നും കൊടുക്കാതെ, ജനങ്ങളെ ഡേ ടു ഡേ ബേസിൽ വീട്ടിൽ ചെന്ന് ബുദ്ധിമുട്ടിക്കാതെ, വെറുതെ നാമനിർദ്ദേശ പത്രിക കൊടുത്ത് ചുമരുമ്മൽ നമ്മുടെ ചിഹ്നം കൈപ്പറ്റി എന്ന് വരച്ചു വെച്ചാൽ ബാക്കി കാര്യങ്ങൾ ആളുകൾ ചെയ്തോളും. അവർ വലിയ ബന്ധപ്പാടൊന്നും ചെയ്യണ്ട. അല്ല, ഒരു വിഷയത്തിൽ അങ്ങയുടെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതായത് സ്വരാജ് നടത്തിയൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് യുദ്ധം നല്ലതല്ല, ഇവിടെയും അവിടെയും മരിച്ചു വീഴുന്നത് മനുഷ്യരാണ് എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇവിടെ പഹൽഗാമിൽ മരിച്ചവരുടെ കാര്യമൊന്നും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. പഹൽഗാമിൽ മരിച്ചല്ലോ, ഇതിന് ഘടകവിരുദ്ധമായ നിലപാടാണല്ലോ പുള്ളി. മറ്റേ 2023 ഒക്ടോബർ 7-ാം തീയതി ഹമാസ് പോരാളികൾ ഇസ്രായേലിൽ നടത്തിയ ഗുണ്ടായുസത്തിന് പുള്ളി പ്രകടിപ്പിച്ചത് എന്തായിരുന്നു? 2000 ചില ആളുകളെ, സ്ത്രീകൾ, കുട്ടികളടക്കം വെടിവെച്ച് കൊല്ലുകയും ബലാത്സംഗം ചെയ്യുകയും പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്തപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നിലപാടെന്തായിരുന്നു? പുള്ളി പറഞ്ഞ് ഹമാസുകാർ എന്ത് ചെയ്താലും ഞാൻ അവരോടൊപ്പം നിൽക്കും. ശാശ്വതമായ നീതി പലസ്തീൻ്റെ കൂടെയാണ്, ഇസ്രായേലാണ് തെമ്മാടി രാഷ്ട്രം എന്നൊക്കെയാണ്. അങ്ങനെ പറഞ്ഞ ആൾക്ക് പാകിസ്ഥാനെ ഇന്ത്യ തിരിച്ചാക്രമിക്കുമ്പോഴാണ് പെട്ടെന്ന് സമാധാനത്തിൻ്റെ ഒലിവില എടുത്ത് വീശാൻ തോന്നുന്നത്. ഇതൊക്കെ വേറെ അസുഖമാണ്, നമ്മളിപ്പോൾ പറഞ്ഞാൽ മോശവും. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല.
ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ ഏത് തരത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നു, അത് പ്രയോജനപ്പെടുത്തുവാൻ ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ പുതിയ നേതൃത്വത്തിന് സാധിക്കുമോ എന്ന്. വളരെയധികം നന്ദി സർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സഹകരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.